ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ ഇന്നിറങ്ങും. ഉച്ചയ്ക്ക് 2:30 ദുബായിൽ നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ന്യൂസിലാൻഡാണ് എതിരാളികൾ. ചാമ്പ്യൻസ് ട്രോഫിയിലെ 3ാം കിരീടമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഗീസ് പീറ്റർ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗീസ്, കലാശ പോരാട്ടമാണ്, ജയിച്ചേ തീരൂ. ടീം ഇന്ത്യയുടെ കരുത്ത് എങ്ങനെ വിലയിരുത്താം? എത്രത്തോളം ആത്മവിശ്വാസം ടീമിനുണ്ട് ഗീസ്? രജിത്ത്, രണ്ട് തുല്യ ശക്തർ, അതാണ് ന്യൂസിലൻഡും ഇന്ത്യയും. തുല്യരായ രണ്ടുപേരും കലാശപ്പോരിനിറങ്ങുമ്പോൾ മത്സരഫലം അത് ഒരിക്കലും പ്രവചിക്കാൻ കഴിയുന്നതല്ല. എന്തായാലും ആവേശം നിറഞ്ഞ മത്സരമായിരിക്കും ഈ കലാശപ്പോരിൽ ദുബായ് സ്റ്റേഡിയത്തിൽ നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ശക്തരാണ് ഇരു ടീമുകളും. ബാറ്റിംഗ് നിരയും ഒപ്പം തന്നെ ബൗളിംഗ് നിരയും നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെയും കിവീസിൻ്റെയും നിരകൾ അതിശക്തമാണ്. വിരാട് കോഹ്ലി അടക്കമുള്ള ബാറ്റിംഗ് താരങ്ങൾ മികച്ച ഫോമിലാണെന്നത് ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ശ്രേയസ് അയ്യർ മധ്യനിരയിൽ കളിക്കുന്നതും വലിയ രീതിയിൽ ഫോമിലാണ്. അപ്പോൾ അത് ബാറ്റിംഗ് ഓർഡറിൽ ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും ഒക്കെ നൽകുന്നതാണ്. ബൗളിംഗിലേക്ക് വരികയാണെങ്കിൽ ഷമിയും വരുൺ ചക്രവർത്തി അടക്കമുള്ള താരങ്ങളിൽ ഇന്ത്യ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. പക്ഷേ എതിരാളികൾ അത്ര ചില്ലറക്കാരല്ല, ന്യൂസിലാൻഡാണ്. ന്യൂസിലൻഡിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലുകളിൽ ഇന്ത്യയോട് ഇന്നേ വരെയും ന്യൂസിലാൻഡ് തോറ്റിട്ടില്ല. അത് ഇന്ത്യക്ക് ഒരു തിരിച്ചടി, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആത്മവിശ്വാസം ചെറുതായിട്ട് താഴ്ത്തുന്നുണ്ട്. അതേസമയം ന്യൂസിലൻഡ് ക്യാമ്പിന് അത് വലിയ ആത്മവിശ്വാസവുമാണ്. ഒപ്പം തന്നെ ന്യൂസിലൻഡിനെ തകർക്കുന്ന ഒരു കണക്ക്, അത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലൻഡ് ആകെ തോറ്റത് ഇന്ത്യയോട് മാത്രമാണ് എന്നത് ചെറിയ നിരാശ ക്യാമ്പിന് സമ്മാനിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഫൈനലാണ്, അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ തന്നെയാണ് ടീം ഇറങ്ങുക. രജിൻ രവീന്ദ്ര അടക്കമുള്ള കെയിൻ വില്യംസൺ അടക്കമുള്ള വലിയ ബാറ്റിംഗ് നിര കിവീസിന് സ്വന്തം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആവേശപ്പോര് ഇന്ന് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കറിയാം, രജിൻ രവീന്ദ്രയുടെ ഇന്നിംഗ്സ് നോക്കുകയാണെങ്കിൽ കേവലം 3 മത്സരമാണ് ഇന്ന് ടൂർണമെന്റിൽ രജിൻ രവീന്ദ്ര ഈ ടൂർണമെന്റിൽ കളിച്ചിട്ടുള്ളത്. അതിൽ 2 മത്സരങ്ങളിലും സെഞ്ചുറി നേടി. ഇന്ത്യക്കെതിരെ മാത്രമാണ് രജിൻ രവീന്ദ്ര നിരാശനായത്. ഒരുപക്ഷെ ആ നിരാശ ഇന്ന് രജിൻ രവീന്ദ്ര കണക്ക് തീർത്തേക്കും. അങ്ങനെയാണെങ്കിൽ വലിയ സ്കോറിലേക്ക് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ചാപ്മാനുമായി ചേർന്ന് ഒരു വലിയ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ സ്കോറിലേക്ക് പോകുവാനായിട്ട് ന്യൂസിലൻഡിന് സഹായകരമാകും. എന്തായാലും ഒരു 270+ സ്കോർ ചെയ്യാൻ ആയി കഴിഞ്ഞാൽ അത് എങ്ങനെ പ്രതിരോധിക്കാം? ടോസ് നിർണായകമാണ്. ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് ആവറേജ് ഒരു 170 അധികം റൺസ് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ അത് വലിയ ആവേശം നൽകും. അത് മറികടക്കുക അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ദുബായ് പിച്ചിലെ ആവറേജ് എന്നത് 240 236 240 ആവറേജ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 270+ മുകളിലേക്ക് സ്കോർ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചേസ് ചെയ്യുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. നമ്മൾ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം തന്നെ ദുബായിലാണ് നടന്നത്. ഇന്ത്യയുടെ പ്രകടനങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഒരു 270 താഴെ വന്ന് നിൽക്കുന്നതാണ്. ഇപ്പോൾ ചേസ് ചെയ്താണെങ്കിൽ പോലും 166 വരുന്നത്. അപ്പോൾ വലിയ ഒരു സ്കോർ 270+ സ്കോർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് മറികടക്കുക രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചേസിംഗ് ടീമിന് വലിയ പ്രതിരോധം ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം കണക്കുകളിലേക്ക് കൂടി പോവുകയാണെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയെ ആത്മവിശ്വാസം തകർക്കുന്നത് അത് ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ന്യൂസിലൻഡിനോട് ഇന്നേ വരെ ജയിച്ചിട്ടില്ല എന്നതാണ്. അത് വലിയ ഒരു നിരാശയാണ് ഇന്ത്യക്ക് സമ്മാനിക്കുന്നത്. ഒരുപക്ഷെ ദുബായിൽ ഇന്നേ വരെ കളിച്ചതിൽ ഒരു ഏകദിനത്തിൽ പോലും ഇന്ത്യ തോൽവി അറിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ 2 കണക്കുകളിൽ ഇന്നൊരു മാറ്റമുണ്ടായേക്കാം. ഒന്നല്ലെങ്കിൽ ന്യൂസിലൻഡിന്റെ പരാജയത്തോടുകൂടി ന്യൂസിലൻഡ് സ്വന്തമാക്കിയ റെക്കോർഡ് അത് തകരും, അല്ലെങ്കിൽ ഇന്ത്യ തോൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ദുബായിലെ ഇന്ത്യയുടെ ആദ്യ ഏകദിന തോൽവി എന്ന നാണക്കേട് കൂടി ഇന്ത്യക്ക് കൊടുക്കേണ്ടി വരും. എന്തായാലും ആവേശം നിറഞ്ഞ മത്സരത്തിന് അല്പസമയത്തിനകം തുടക്കമാവുകയാണ്. 2 മണിക്ക് ടോസ് വീഴും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടോസ് നിർണായകമല്ല എന്ന് പറയുമ്പോൾ പോലും ഒരുപക്ഷെ ടോസ് നിർണായകമായേക്കാം. കാരണം ആവറേജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 238 റൺസാണ്. 270 മുകളിൽ സ്കോർ ചെയ്യാനായാൽ അത് വലിയ പ്രതീക്ഷ നൽകുന്നതായിരിക്കും. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.